ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ ചീസി പിസ്സ ഉണ്ടാക്കാം നോക്കാം. എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഡൗ ഉണ്ടാക്കല്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ ഡൗ ഉണ്ടാക്കാം നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിസ്സ ഡൗ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളത്തിൽ 1 സ്പൂൺ പഞ്ചസാരയും 1 സ്പൂൺ ഈസ്റ്റും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെക്കാം അതൊന്ന് ആക്റ്റീവ് ആവാനായിട്ട്. അത് മൂടി വെച്ചേക്ക്. ഓക്കെ, അപ്പോൾ നമ്മളെ ഈസ്റ്റ് നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്, പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ ബൗൾ എടുക്കാം. അതിലേക്ക് 250 ഗ്രാം മൈദ ഇടാം. അതിനുശേഷം നമുക്ക് 1 സ്പൂൺ ഉപ്പ്, 2 സ്പൂൺ ഓയിലും ഒഴിക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവറാണ് ഓയിൽ ഒഴിക്കണത്. കോക്കനട്ട് ഓയിൽ എന്തായാലും ഒഴിക്കരുത്, സ്മെല്ലില്ലാത്ത ഓയിൽ വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, അതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആ ആക്റ്റീവായിട്ടുള്ള ആ ഈസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ ഡ്രൈ ആയിട്ടല്ല, നല്ല ഇത്തിരി വെള്ളം ഇട്ടിരിക്കട്ടെ, അതേപോലെ ഇങ്ങനെ കയ്യിലൊട്ടി പിടിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ കുഴച്ചെടുക്കാം നമുക്ക്. നല്ലതുപോലെ കുഴച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് പൊടിയിട്ട് ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവ് ഇതേപോലെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല റൗണ്ട് ഷേപ്പിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ വെച്ച് അതിൻ്റെ മേലെ ഓയിൽ തടവിയിട്ട് നമുക്കൊരു നനഞ്ഞ തുണി വെച്ചിട്ട് കവർ ചെയ്ത് വെക്കാം. മേലെ ഓയിൽ തടവണം എന്തിനാ വെച്ചാൽ മേൽഭാഗം ഡ്രൈ ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇവിടെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് കവർ ചെയ്യണത്. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്കൊരു ഗ്ലാസ് ടോപ്പ് വെച്ചിട്ട് മൂടി വെക്കാം. ഇതൊരു 4 മണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് നമ്മുടെ മാവ് നന്നതുപോലെ പൊങ്ങി വരും. ഓക്കെ, ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞ് നമ്മളെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇനി കൗണ്ടർ ടോപ്പിൽ പൊടിയിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ച് പരത്തിയെടുക്കാം. നല്ല റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. കണ്ടില്ലേ, ഇത്രയും തിക്കി തന്നെ എടുക്കുക. തിന്നായി പോകരുത്, നമ്മളെ ബേസ് ശരിയാകില്ല. ഇനി ഒരു തവ വെക്കുക. അതിലേക്ക് കുറച്ച് പൊടി തടവി കൊടുക്കാം. ഇനി നമുക്ക് പരത്തി വെച്ചേക്കണ ബേസ് എടുത്തിട്ട് തവൻ്റെ മേലെ വെക്കാം. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് പിസ്സ സോസ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിസ്സ സോസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തക്കാളിയും ഒരു സവാളയും 2-3 കഷ്ണം വെളുത്തുള്ളി ഇട്ടിട്ട് കുക്കറിൽ ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഇടിച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ചട്നി ആയിട്ട് എടുക്കാം. അത് നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതിൻ്റെ മേലെ നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. ചീസ് ഫുള്ളായിട്ട് നമുക്കിത് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ക്യാപ്സിക്കം, 2 തക്കാളി, ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ ഇത് സിമ്പിളായിട്ടുള്ളൊരു പിസ്സയാണ് ഞാൻ റെഡിയാക്കണമെന്ന്. അതേപോലെ തന്നെ ആദ്യം വെജിറ്റബിൾസ് ഒന്നും ഇല്ല, ചിക്കനൊന്നും ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം, അതേപോലെ ചിക്കൻ ആഡ് ചെയ്യാം, സോസേജ് ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ഇതിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ചീസും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് അതിനുശേഷം ഓർഗാനിക് സീസണിങ്ങും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ പിസ്സ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഹൈറ്റ് കുറഞ്ഞ ഗ്രിൽ സ്റ്റാൻഡ് വെക്കാം. അതിന് ശേഷം കൺവെക്ഷൻ ബട്ടൺ നെക്കി മേലത്തെ ബട്ടൺ നിൽക്കുമ്പോൾ 200 ഡിഗ്രി ആവും.
അതിനുശേഷം സ്റ്റാർട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ പ്രീ ഹീറ്റ് ആവട്ടെ. പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈറ്റ് കുറഞ്ഞ ഗ്രിൽ സ്റ്റാൻഡിൻ്റെ മേലെ തവ കയറ്റി വെക്കാം. അതിനുശേഷം സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഓൾറെഡി ടൈം സെറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ കൊടുത്ത ടൈം കറക്റ്റ് ആയിരുന്നു. പിസ്സ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ക്യാപ്സിക്കം തക്കാളിയൊക്കെ നല്ലതുപോലെ അത് വെന്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ ചീസ് ഇങ്ങനെ അടിപൊളിയായിട്ടിരിക്കണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ബൈ.